സെക്കൻഡ് ബേബി വന്നപ്പോഴും ഉമ്മാക്ക് എല്ലാ കുഞ്ഞുങ്ങളും ഒന്നുപോലെയാണ്. കാക്കയ്ക്ക് തൻകുഞ്ഞും പൊൻകുഞ്ഞും എന്ന് പറയുന്ന പോലെ ഒരു ഉമ്മായെ സംബന്ധിച്ചിടത്തോളം എല്ലാ മക്കളും ഒരുപോലെയാണ്. അത് ഉമ്മാക്കറിയാം, ഉപ്പാക്കും അറിയാം. പക്ഷേ സെക്കൻഡ് ബേബി എത്തുമ്പോൾ കുറച്ചുകൂടെ പരിഗണന, ഒരു ടേക്ക് കെയർ കുഞ്ഞു വാവിലോട്ട് പോകും. അത് ഒബ്വിയസ്ലി അങ്ങനെയാണ്. പക്ഷേ ഇത് കണ്ടു വളരുന്ന മൂത്ത കുട്ടിയുടെ ആ ഒരു ഫീലിങ്സും കൂടെ നമ്മൾ പരിഗണിക്കണം. എന്തെന്നറിയോ, ചില സമയത്തൊക്കെ കുഞ്ഞു മോളെ എടുത്ത് മടിയിലിരുത്തുമ്പോൾ കുഞ്ഞു മോളോട് കിഞ്ഞാരം പറയുമ്പോൾ മൂത്ത മോൾ അത് കണ്ട് മാറി നിൽക്കുന്നു എന്ന് കൂടെ ശ്രദ്ധിക്കണം. അവർക്കിടയിൽ ഒരു ജലസ് ഉണ്ടാവാൻ നമ്മൾ കാരണമാവരുത്. ഇത് ഒരു മെയിൻ ടോപ്പിക് തന്നെയല്ലേ. ഈ വിഷയത്തിലൂടെ നമുക്കൊന്ന് സഞ്ചരിച്ച് പോയാലോ? നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? ഓക്കെ, നമ്മളിപ്പോൾ രണ്ട് മക്കളെ ഒരുപോലെ ടേക്ക് കെയർ ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ചെറുതായിട്ട് കുഞ്ഞു മോളെ ഒന്ന് കൂടുതൽ ഓവറായിട്ട് ലാളിച്ച് കഴിഞ്ഞാൽ മൂത്ത കുഞ്ഞിൽ നമ്മൾ പോലും അറിയാതെ ജലസ്, അസൂയ എന്ന് പറയുന്നൊരു കണ്ടൻറ്റ് വന്നു പോകും. അവർ തമ്മിൽ അടിവെച്ച് തുടങ്ങാം. ചിലപ്പോൾ അവരുടെ പക വേറൊരു രീതിയിലോട്ടും മാറും. സോ ഇത് ബി കെയർഫുള്ളായിട്ട് എടുക്കേണ്ടത് നമ്മൾ പാരൻസാണ്. രണ്ട് പേരെയും ഒരേ ലെവലിൽ ഹോൾഡ് ചെയ്യാൻ പഠിക്കണം. ഒരിക്കലും ഇളയ കുട്ടീനെ കൂടുതൽ പരിഗണിക്കുന്നു എന്നുള്ള ചിന്ത മൂത്ത കുട്ടിക്കും പാടില്ല. മൂത്ത കുട്ടീനോടാണ് കൂടുതൽ സ്നേഹമെന്ന് രണ്ടാമത്തെ കുട്ടിക്കും തോന്നാൻ പാടില്ല. രണ്ട് പേരെയും രണ്ട് കണ്ണിലെ കൃഷ്ണമണി പോലെ നമുക്ക് നോക്കാം, അല്ലേ? രണ്ടുപേരെയും ഒരേപോലെ, രണ്ടും കുഞ്ഞുങ്ങളാണ്. അതിന് കുറച്ച് 2 വയസ്സ് കൂടുതലായാലും അതെൻ്റെ കുഞ്ഞാണ്, ഈ ഇളയതാണെങ്കിൽ എൻ്റെ കുഞ്ഞാണ്. ഒന്നിനെ ഒരു മടിയിലെടുത്ത് വെച്ചാൽ അടുത്ത മടിയിൽ എടുത്ത് വെക്കാൻ പറ്റുമെങ്കിൽ മാത്രം എടുത്ത് മടിയിൽ വെക്കുമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ മൂത്ത കുട്ടി സ്കൂളിലായിരിക്കുന്ന ആ സമയത്ത് ഇളയ കുട്ടിക്ക് കുറച്ച് കൂടുതൽ പരിഗണന കൊടുത്തു, കുഴപ്പമില്ല. അങ്ങനെ രണ്ടുപേരെയും ഒരുപോലെ ബാലൻസ് ചെയ്യുകയാണെങ്കിൽ അവർ രണ്ടുപേരും ഒരു അടിപൊളി ഫ്രണ്ട്സ് മാറ്റിനെ പോലെ വളർന്നു വരും. സോ അവർക്ക് തന്നെ തോന്നും, ഒരു ട്രബിൾ വരുമ്പോൾ, ഒരു പ്രശ്നം വരുമ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നത് എൻ്റെ ഇത്തയാണ്, അല്ലാണ്ട് വേറെ ആർക്കും അത് ഫീൽ ചെയ്യില്ല എന്ന് അവർക്കിടയിൽ തന്നെ ഒരു പാരൻറ്റിങ് റോള് വളർന്നു വരും. മൂത്ത കുട്ടിക്ക് ഇളയ കുട്ടിയോട് തോന്നും, ഒരു മദർഹുഡ് പോലെ എൻ്റെ ഉമ്മച്ചിക്ക് പകരം അടുത്തൊരു ഉമ്മച്ചി എൻ്റെ ഇത്തയാണെന്ന് തോന്നും. സോ അവൾക്ക് എന്തെങ്കിലും വിഷമം വന്നു കഴിഞ്ഞാൽ അവളുടെ ഇത്തയോട് പോയി ഷെയർ ചെയ്യട്ടെ, അല്ലേ? അതുപോലെ തന്നെ ഇതെൻ്റെ കുട്ടി വാവയാണ്, അവളെ കുറച്ചുകൂടെ ഞാനാണ് ടേക്ക് കെയർ ചെയ്യേണ്ടത്, ഞാൻ അവളുടെ ഇത്തയാണെന്നുള്ള ബോധം മൂത്ത കുട്ടിക്ക് ഉണ്ടാവും. സോ അങ്ങനെ വളർന്നു വരുന്ന ആ മക്കളുടെ ഒരു വൈബില്ലേ, പൊളി വൈബായിരിക്കും. ഇത് ഞാൻ പറഞ്ഞത് ശരിയല്ലേ? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അങ്ങനെ ആവട്ടെ നമ്മളെ മക്കൾ വളർന്നു വരേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായ ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.